Hello, my dear students. Welcome to Human Resource Management 24th session. നമ്മൾ ഇന്ന് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് മൊഡ്യൂളിൽ ട്രെയിനിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ് നോക്കുന്നത്. അപ്പോൾ ഈ ട്രെയിനിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു ഓർഗനൈസേഷൻ്റെയും ഒരു ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഒരു അസറ്റ് എന്ന് പറയുന്നത് അവരുടെ ഹ്യൂമൻ റിസോഴ്സ് ആണ്. ഓക്കെ, സോ നമ്മളുടെ ഈ പറയുന്ന ബിസിനസ്സിന് സക്സസ് അച്ചീവ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും എംപ്ലോയീസിന് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളൊരു സിറ്റുവേഷനാണ് കാണുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ട്രെയിനിങ് ശരിക്കും എംപ്ലോയീസിന് അവരുടെ ജോലി കുറേ കൂടി നല്ല രീതിയിൽ പരിചയപ്പെടാനും അതുപോലെ അവരുടെ അഭിരുചി, അവരുടെ സ്കിൽസ്, നോളേജ് ഇതെല്ലാം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നത് കൊണ്ടാണ്. ഓക്കെ, സോ എപ്പോഴും നമ്മുടെ ട്രെയിനിങ് നമ്മുടെ എംപ്ലോയീസിന് നൽകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയെക്കുറിച്ചുള്ള വാല്യൂ, അതുപോലെ കമ്പനിയുടെ ഗോൾസ്, അച്ചീവ്മെൻറ്റ്സ്, ഇതിനെക്കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ എംപ്ലോയീസ് തീർച്ചയായിട്ടും നമ്മളുടെ ഒരു കമ്പനിക്ക് ലോയൽ കൂറായിട്ട് നിൽക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ അവർ നമ്മളുടെ കമ്പനിയുടെ ബെസ്റ്റ് ബെനിഫിറ്റ്സ് അവർ അതുവഴി തരുന്നുണ്ടാവും. ഓക്കെ, സോ ട്രെയിനിങ് പ്രോഗ്രാം അതുകൊണ്ടൊക്കെ തന്നെ നമ്മളുടെ ഇപ്പോഴത്തെ ഒരു മോഡേൺ വേൾഡിൽ വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറിയിരിക്കുകയാണ്. സോ പ്രത്യേകിച്ചും പുതിയതായിട്ട് റിക്രൂട്ട് ചെയ്യപ്പെടുന്ന എംപ്ലോയീസൊക്കെ വളരെ മിനിമം ടൈമിനുള്ളിൽ വളരെ നല്ല രീതിയിൽ ഫുള്ളായിട്ട് പ്രൊഡക്റ്റീവ് ആവുന്നതും തീർച്ചയായിട്ടും ട്രെയിനിങ്ങിൻ്റെ സഹായത്തോടു കൂടിയിട്ടാണ്. സോ ഈ രീതിയിൽ നമ്മുടെ ട്രെയിനിങ്ങിൻ്റെ മെയിൻ പർപ്പസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇതിനെയൊക്കെ ആസ്പദമാക്കിയിട്ട് നമുക്ക് നമ്മളുടെ ട്രെയിനിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അതിൽ ആദ്യം പറയുന്ന ഒബ്ജക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വർക്കേഴ്സിന് അവർ ചെയ്യുന്ന എക്സാക്റ്റ് ജോബിൻ്റെ നോളേജ് അത് ത്വരിതപ്പെടുത്തുക എന്നുള്ളതാണ്. ഓക്കെ, അത് ശരിയായ രീതിയിൽ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ട്രെയിനിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്. പിന്നെ ഒരു ട്രെയിനിങ് ഒബ്ജക്റ്റീവ് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ എംപ്ലോയീസിന് അവർക്ക് വേണ്ട പുതിയ നല്ല സ്കില്ലുകൾ അത് അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. അതുപോലെ തന്നെ നമ്മളുടെ ഓർഗനൈസേഷനിൽ പുതിയതായിട്ട് വരുന്ന എംപ്ലോയീസിന് പ്രത്യേകിച്ചും ആ ഓർഗനൈസേഷനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള നോളേജ്, അവർ ചെയ്യാൻ പോകുന്ന ടാസ്കിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ അവർക്ക് വേണ്ട ബേസിക് ആയിട്ടുള്ള സ്കില്ല്, അവർ എന്തൊക്കെ രീതിയിലാണ് പെർഫോം ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതാണ് ഓറിയൻറ്റേഷൻ ട്രെയിനിങ്ങിൽ കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ എംപ്ലോയീസിന് അവരുടെ ആറ്റിറ്റ്യൂഡ്, അവരുടെ മനോഭാവം അവരുടെ കൂടെ വർക്ക് ചെയ്യുന്നവരുടെ അടുത്തും സൂപ്പർവൈസേഴ്സിൻ്റെ അടുത്തും ഓർഗനൈസേഷൻ്റെ അടുത്തൊക്കെ മാറുന്നുണ്ടാവും നല്ല രീതിയിൽ. ഓക്കെ, സോ അതുമാത്രമല്ല ട്രെയിനിങ് ഈ പറയുന്ന എംപ്ലോയീസിന് വളരെ ഇഫക്റ്റീവായിട്ട് അവരുടെ എക്സിസ്റ്റിംഗ് പൊസിഷനിൽ ഫങ്ഷൻ ചെയ്യാനും സഹായിക്കുന്നതാണ്. മറ്റുള്ള ട്രെയിനിങ് ഒബ്ജക്റ്റീവ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ എംപ്ലോയീസിൻ്റെ ഓവറോൾ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എംപ്ലോയീസിന് മെറ്റീരിയൽസ് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാനും മെഷീൻസ് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ, എക്യുപ്മെൻറ്റ്സ് ഇഫക്റ്റീവായിട്ടും എഫിഷ്യൻ്റായിട്ടും യൂസ് ചെയ്യാനായിട്ടും സഹായിക്കുന്നുണ്ട്. പിന്നെ ട്രെയിനിങ് വഴി അവർക്ക് കൃത്യമായിട്ട് ടാസ്ക് അവർ ചെയ്യേണ്ടതിനെക്കുറിച്ചുള്ള ഐഡിയ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല സേഫായിട്ടായിരിക്കും കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ആക്സിഡൻറ്റ്സ് അതുകൊണ്ട് റെഡ്യൂസ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിലൊക്കെ ഉപരി നമ്മളുടെ എംപ്ലോയീസിൻ്റെ ഹയർ സ്കില്ല് ട്രെയിനിങ് ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ട്രെയിനിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ്. ഇനി നമ്മളുടെ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? നമുക്ക് ഈ ട്രെയിനിങ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്, നെവർ എൻഡിങ് പ്രോസസ്സാണ്. ഒരു പ്രാവശ്യം ഒരു ട്രെയിനിങ് കൊടുത്തതുകൊണ്ടായില്ല, അത് സ്ഥിരമായിട്ട് നമ്മളുടെ ഓർഗനൈസേഷനിൽ ഓരോ പർപ്പസിന് വേണ്ടി ടൈം സ്പെസിഫിക് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ് ട്രെയിനിങ്. അപ്പോൾ ഇങ്ങനെയുള്ള ട്രെയിനിങ്ങിന് അത് ശരിക്കും പ്ലാൻഡ് ആയിരിക്കണം, നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യപ്പെടണം. അപ്പോൾ ആ രീതിയിലൊക്കെ നമ്മൾ ട്രെയിനിങ് എക്സിക്യൂട്ട് ചെയ്യുകയും പ്ലാൻ ചെയ്യുകയും ചെയ്യുമ്പോൾ അതിനൊരുപാട് ഗുണങ്ങളുണ്ടാവും, ഒരുപാട് ഇമ്പോർട്ടൻസ് ആൻഡ് അഡ്വാൻറ്റേജസ് ഉണ്ടാവും. അതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം പറയുന്നത് ഇൻക്രീസ് ഇൻ എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്ടിവിറ്റി. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ ട്രെയിനിങ് നമ്മുടെ എംപ്ലോയീസിൻ്റെ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യുകയാണ്. അവർക്ക് അവരുടെ ഡ്യൂട്ടീസ് വളരെ എഫിഷ്യൻ്റായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ട് മുമ്പ് ചെയ്യുന്നതിലും കൂടുതലായിട്ട്. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും പ്രൊഡക്ഷൻ കൂട്ടുന്നുണ്ടാവും, ഓർഗനൈസേഷനിലെ എല്ലാവരുടെയും പെർഫോമൻസും വർദ്ധിപ്പിക്കുന്നുണ്ടാവും. പിന്നെ എലിമിനേഷൻ ഓഫ് വേസ്റ്റേജ്. ശരിക്കും ട്രെയിനിങ് നമ്മൾ നേരത്തെ പറഞ്ഞു,
മെറ്റീരിയൽ ഹാൻഡ്ലിങ്, മിഷനറി ഹാൻഡ്ലിംഗ് ഒക്കെ പ്രോപ്പറാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വേസ്റ്റേജ് കാര്യമായിട്ട് ഒഴിവാക്കാൻ പറ്റും. സോറി. അപ്പം അതുകൊണ്ട് നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനും റെഡ്യൂസ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. പിന്നെ ലെസ് ലേണിംഗ് കോസ്റ്റ് ആൻഡ് പീരീഡ്. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാം ശരിക്കും നമ്മളുടെ ടൈമും കോസ്റ്റും റെഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. ഒരുപാട് ടൈം അതുപോലെ തന്നെ എഫേർട്ടൊന്നും വേസ്റ്റ് ചെയ്ത് പോകുന്നില്ല. ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡ് അവിടെ ഒഴിവാക്കപ്പെടുകയാണ് ചെയ്യുന്നത്. എല്ലാം കൃത്യമായി തന്നെ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ലേണിംഗ് കോസ്റ്റ് ആൻഡ് പീരീഡ് കുറയ്ക്കപ്പെടുന്നു. ഇപ്പം നമ്മൾ ട്രെയിനിങ് ഒന്നും ഇല്ലാതെ ഒരു വർക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ നമ്മളതായിട്ടുള്ളൊരു ഐഡിയ വെച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്യുക. അതിനെ നമ്മൾ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എന്ന് പറയാം. ചിലപ്പോൾ അത് ശരിയാവാം, ചിലപ്പോൾ അത് മോശമാവാം. അപ്പം ഒരുപാട് സമയം അതിനു വേണ്ടി എടുക്കുന്നുണ്ടാവും, ഒരുപാട് എഫേർട്ട് നമ്മൾ എടുക്കുന്നുണ്ടാവും. പക്ഷേ ഇവിടെ നമ്മൾ ട്രെയിനിങ് ചെയ്ത് കഴിയുമ്പോൾ അത്തരത്തിലുള്ള സമയം എടുക്കുന്നില്ല, പെർഫെക്റ്റായിട്ട് ചെയ്യുന്നുണ്ടാവും. ലേണിംഗ് നമ്മൾ കൃത്യമായി എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരു ഐഡിയ നമുക്ക് ചെറിയ അളവിൽ കിട്ടുന്നുണ്ടാവും. പിന്നെ ലെസ് സൂപ്പർവിഷൻ. നന്നായി ട്രെയിൻ ചെയ്യുന്ന എംപ്ലോയീസിന് അവരുടെ ടാസ്ക് അവർക്ക് തന്നെ സ്വയമായിട്ട് എഫക്റ്റീവായിട്ട് ചെയ്യാനായിട്ട് അറിയുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഒരുപാട് സൂപ്പർവിഷൻ ആവശ്യം വരുന്നില്ല. ജസ്റ്റ് ഒരു എന്താ പറയുക, അവരെ ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്യാനുള്ള സൂപ്പർവിഷനെ മതിയാവുള്ളൂ. പിന്നെ നമ്മുടെ ട്രെയിനിങ്ങിൻ്റെ വേറൊരു ഇമ്പോർട്ടൻസ് ആണ് ഹയർ എംപ്ലോയി മൊറാൽ. ദറ്റ് മീൻസ് എൻഡ് റിസൾട്ട് ഓഫ് മോട്ടിവേഷൻ. സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റിനെയാണ് നമ്മൾ മൊറാൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് ശരിക്കും നമ്മൾ എംപ്ലോയീസിൽ നല്ല പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്യുന്നു. അവർ ജോബിൽ സാറ്റിസ്ഫൈഡ് ആവുന്നു. ഇതുകൊണ്ട് അവർ സെൽഫ് മോട്ടിവേറ്റഡ് ആവുന്നു. പിന്നെ റിഡക്ഷൻ ഇൻ എംപ്ലോയി ഗ്രീവൻസസ്. നമുക്ക് ട്രെയിനിങ് ശരിക്കും ഇൻറ്റേർണലായിട്ടുള്ള പ്രൊമോഷൻസിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന എംപ്ലോയീസിൻ്റെ ഗ്രീവൻസസ്, ചെറിയ ചെറിയ മനസ്താപങ്ങൾ അവിടെ റെഡ്യൂസ് ചെയ്യപ്പെടുന്നു. പിന്നെ റിഡക്ഷൻ ഇൻ ആക്സിഡൻറ്റ്സ് ആൻഡ് ബ്രേക്ക് ഡൗൺ. നമ്മൾ ഈ പറയുന്ന ട്രെയിനിങ്ങിലൂടെ നമ്മുടെ എംപ്ലോയീസ് ഈ പറയുന്ന മിഷനറീസ്, മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ഒക്കെ കുറേ കൂടി പ്രോപ്പറായിട്ട് മനസ്സിലാക്കുന്നതുകൊണ്ട് അവർക്ക് കുറേ കൂടി സേഫ് ആയിട്ടായിരിക്കും ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ അത് ആക്സിഡൻസും ബ്രേക്ക് ഡൗൺസൊക്കെ ഒഴിവാക്കുന്നു. പിന്നെ റിഡക്ഷൻ ഇൻ ലേബർ ടേൺ ഓവർ ആൻഡ് ആബ്സെൻറ്റീസം. നമുക്ക് പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് കൊണ്ട് ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉള്ളതുകൊണ്ട് എംപ്ലോയീസിൻ്റെ ടേൺ ഓവർ കുറയുന്നു, ആബ്സെൻറ്റീസും കുറയുന്നു, എല്ലാവരും കൃത്യമായി ജോലിക്ക് വരുന്നു. അങ്ങനെ പേഴ്സണൽ ഡെവലപ്മെൻറ്റ്. ശരിക്കും നല്ല നോളേജും സ്കില്ലൊക്കെ ട്രെയിനിങ്ങിലൂടെ അക്വയർ ചെയ്യുമ്പോൾ എംപ്ലോയീസ് അവർ കരിയർ വൈസ് വളരെ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്നു. അത് പ്രൊമോഷൻസിന് ഒരുക്കുന്നു. അപ്പോൾ അതുകൊണ്ട് പേഴ്സണലി അവർ നന്നായി ഡെവലപ്പ് ചെയ്യാണ്. പിന്നെ ബെറ്റർ ഓർഗനൈസേഷണൽ ക്ലൈമറ്റ്. നമ്മളുടെ ട്രെയിനിങ് ശരിക്കും ഓർഗനൈസേഷനിലുള്ള ക്ലൈമറ്റ് ഇമ്പ്രൂവ് ചെയ്യുകയാണ്. ഓർഗനൈസേഷനിലെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ അത് ഒരു സെപ്പറേറ്റ് കൺസെപ്റ്റ് തന്നെയാണ്. ഓർഗനൈസേഷൻ ഡെവലപ്മെൻറ്റ്, ഓർഗനൈസേഷൻ ചേഞ്ചിന് ആസ്പദമായിട്ടുള്ളതാണ് ഓർഗനൈസേഷൻ ക്ലൈമറ്റ്, ഓർഗനൈസേഷൻ കൾച്ചർ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, സോ ആ ഒരു ക്ലൈമറ്റ്, ഒരു അന്തരീക്ഷം അല്ലെ, എൻവയോൺമെൻറ്റ്, അത് ശരിക്കും നന്നായി ഇമ്പ്രൂവ് ചെയ്യുകയാണ്. എങ്ങനെയാണ്? എല്ലാ എംപ്ലോയർ തമ്മിലുള്ള റിലേഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നതുകൊണ്ട്. അതുപോലെ തന്നെ അവർ മാനേജ്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടാവും. ഡീസെൻട്രലൈസേഷൻ ഓഫ് അതോറിറ്റി അവിടെ പോസിബിളാണ്. ദറ്റ് മീൻസ് നല്ല ട്രെയിൻഡായിട്ട് ഉള്ള എംപ്ലോയീസ് എഫിഷ്യൻ്റായി കഴിയുമ്പോൾ തീർച്ചയായിട്ടും അവർക്കും അതോറിറ്റി ഡെലിഗേഷൻ നൽകപ്പെടുന്നുണ്ട്. അതിനെയാണ് ഡീസെൻട്രലൈസേഷൻ ഓഫ് അതോറിറ്റി കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഓർഗനൈസേഷനിലുള്ള അവസ്ഥ തന്നെ, അവിടുത്തെ ഒരു കാലാവസ്ഥ തന്നെ മാറുകയാണ് ചെയ്യുന്നത്. പിന്നെ ഫ്യൂച്ചർ റിക്വയർമെൻറ്റ്സ്. നമ്മുടെ നല്ല ട്രെയിനിങ് പ്രോഗ്രാംസ് റെഗുലറായിട്ട് ഓർഗനൈസേഷനിൽ പ്രൊവൈഡ് ചെയ്യുമ്പം അത് നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള പേഴ്സണൽസ് അല്ലേ, നമ്മളുടെ എംപ്ലോയീസ്, നമുക്ക് ആവശ്യമായിട്ടുള്ള എംപ്ലോയീസിനെ ഇൻറ്റേർണൽ സോഴ്സിൽ നിന്ന് നമുക്ക് ഫുൾഫിൽ ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട് അതുകൊണ്ട്. ഓക്കെ, സോ അതൊക്കെയാണ് നമ്മുടെ ട്രെയിനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ട്രെയിനിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് എംപ്ലോയീസിന് ട്രെയിനിങ് കൊണ്ട് കിട്ടുന്നതെന്നുള്ളത്. ഒരു നല്ല ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് വരുന്ന എംപ്ലോയിക്ക് അതുകൊണ്ട് ഒരുപാട് നല്ല ഗുണങ്ങളാണ് ഉണ്ടാവുന്നത്. അവരുടെ സെൽഫ് കോൺഫിഡൻസ് അതുകൊണ്ട് ആക്സിലറേറ്റ് ചെയ്യപ്പെടുകയാണ്. അതുപോലെ തന്നെ അവരുടെ ജോബ് അവർക്ക് ബെറ്ററായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ട് മറ്റുള്ളവരെ അപേക്ഷിച്ച് നോക്കുമ്പം.
അതുകൊണ്ട് അവർക്ക് കൂടുതൽ മണി ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്, പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട്. പിന്നെ വളരെ സേഫായിട്ട് മെഷീനറീസും മെറ്റീരിയൽസും ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ട് അവർക്ക് കുറേ കൂടി സാറ്റിസ്ഫൈഡ് ആയിട്ട് ജോബ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അവർ കുറേയധികം നല്ല സേഫ്റ്റി മെഷേഴ്സൊക്കെ അതിലൂടെ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ പുതിയ നല്ല അസൈൻമെൻറ്റ്സും കാര്യങ്ങളൊക്കെയും അഡോപ്റ്റ് ചെയ്യാനായിട്ട് എംപ്ലോയീസിന് സാധിക്കുന്നുണ്ട് ട്രെയിനിങ് വഴി. പിന്നെ എളുപ്പം പ്രൊമോഷൻസ് കിട്ടാനും അവർക്ക് ട്രെയിനിങ് നല്ല ഹെൽപ്പാണ് കൊടുക്കുന്നത്. അതുപോലെ ടെക്നോളജി, ഏറ്റവും നൂതനമായിട്ടുള്ള ടെക്നോളജീസ് സ്വായത്തമാക്കാനും അതിലൂടെ അവർക്ക് കുറേ കൂടി സയൻറ്റിഫിക്കായിട്ട് അവരുടെ ഡ്യൂട്ടീസ് പെർഫോം ചെയ്യാനും ട്രെയിനിങ് സഹായിക്കുന്നുണ്ട്. പിന്നെ ഇതിലൊക്കെ ഉപരി നമ്മുടെ എംപ്ലോയീസിന് അവർ വർക്ക് റിലേറ്റഡ് ആയിട്ട് ഉണ്ടാകുന്ന സ്ട്രെസ്സ്, ടെൻഷൻ, ഫ്രസ്ട്രേഷൻ, കോൺഫ്ലിക്റ്റ് ഇതെല്ലാം ട്രെയിനിങ് ഒഴിവാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഫൈനലി നമ്മുടെ എംപ്ലോയീസിന് അവർക്ക് ജോലി റിലേറ്റഡ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനായിട്ടും അതുപോലെ തന്നെ അവിടെ അവരെന്തെങ്കിലും പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇഫക്റ്റീവായിട്ട് സോൾവ് ചെയ്യാനും നമ്മുടെ ട്രെയിനിങ് അവരെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ട്രെയിനിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് ടു ദ എംപ്ലോയീസ്.